നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +2 ഇക്കണോമിക്സിന്റെ മൈക്രോ ഇക്കണോമിക്സിൽ നിന്നുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന ചാപ്റ്ററിന്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ്. നമ്മൾ ഏകദേശം ഈ ചാപ്റ്റർ അവസാനമാകാൻ തുടങ്ങി. ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ SMC വക്രവും അതുപോലെ SAC വക്രവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് SMC. ഇത് നമുക്ക് ഒരു 3 മാർക്ക് മുതൽ 4 മാർക്ക് വരെയുള്ള ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ആ മാർക്കിനുള്ള ചോദ്യമായിട്ടാണ് ഇത് വരാറുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളിത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കും. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും, ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യാനും താല്പര്യം കാണിക്കുന്നു. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് SACയും അതുപോലെ SMCയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, ബന്ധമാണ്. അതായത് ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റും ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും. ഇവിടെ ഈ എസിന് പകരം, അത് എസ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഈ ചോദ്യം വരാറുണ്ട്. അതായത് SAC എന്നതിന് പകരം AC എന്നും SMC എന്നതിന് പകരം MC എന്നും മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഭാഗം പഠിച്ച് നന്നായിട്ട് പോവുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ റിലേഷൻഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ ഒരു കർവ് മനസ്സിലാക്കുക. ഇവിടെ x&y ആക്സിസിൽ ഒരു കർവ് കൊടുത്തിട്ടുണ്ട്. ഈ കർവിൽ 2 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇവിടെ SAC കർവും അതുപോലെ തന്നെ SMC കർവും വരച്ചിട്ടുണ്ട് ആണല്ലോ. അതായത് x&y ആക്സിസിന്റെ ഉള്ളിൽ SAC വക്രവും അതുപോലെ SMC വക്രവും വരച്ചിട്ടുണ്ട്. അപ്പോ ഈ വക്രങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. അപ്പൊ SACക്ക് പകരം ഞാൻ ഓൾറെഡി പറഞ്ഞു AC എന്ന് എഴുതും. അതുപോലെ തന്നെ SMCക്ക് പകരം നമ്മൾ MC എന്നും എഴുതാറുണ്ട്. ഓക്കെ, അപ്പോ എന്താണ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് 2 കർവിന്റെയും ഷേപ്പ് ഒന്നും ആദ്യം മനസ്സിലാക്കുക. AC കർവ് ആണെങ്കിലും അതുപോലെ MC കർവ് ആണെങ്കിലും ഇതിന് U ഷേപ്പാണ് ആകൃതി. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ U ഷേപ്പാണ്, അതായത് യുവിന്റെ ആകൃതിയാണ് ഇതിനുള്ളത്. ഓക്കെ, ഇനി ഈ 2 കർവുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പറയുന്നത്, ഒന്നാമത്തേത് AC ആൻഡ് MC ഇനീഷ്യലി ഡിക്രീസ് ആൻഡ് ലേറ്റർ ഇൻക്രീസ്. അതായത് ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും. AC ആൻഡ് MC ഇനീഷ്യലി ഡിക്രീസ്, ആദ്യം ACയും MCയും കുറയുന്നു, പിന്നീട് അത് ഉയരുന്നു എന്നാണ്. അപ്പൊ ആദ്യം ഇങ്ങനെ കുറയുന്നു, പിന്നീട് ഇതിങ്ങനെ ഉയരുന്നു. ഏതാണ് ഇത് എന്ന് പറയുന്നത്? AC കർവും അതുപോലെ MC കർവും ആദ്യം കുറയുകയും പിന്നീട് വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. AC വക്രവും അതുപോലെ MC വക്രവും ആദ്യം കുറയുകയും പിന്നീട് വർദ്ധിക്കുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ പോയിന്റ് ആണ്. AC ആൻഡ് MC ഇനീഷ്യലി ഡിക്രീസസ് ആൻഡ് ലേറ്റർ ഇൻക്രീസസ്. അതായത് AC വക്രവും MC വക്രവും ആദ്യം കുറയുകയും പിന്നീട് വർദ്ധിക്കുകയും ചെയ്യുന്നു. ചിത്രത്തിലുള്ള കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ്, when AC decreases. ശ്രദ്ധിക്കണം, when AC decreases, AC കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? MC will be less than AC. when AC decreases, MC will be less than AC. MC ACയേക്കാൾ കുറവായിരിക്കും. ഓക്കെ, എന്താകുമ്പോൾ? AC കുറയുമ്പോൾ. when AC decreases, AC കുറയുമ്പോൾ. when AC decreases, AC കുറയുമ്പോൾ MC will be less than AC. MC ACയേക്കാൾ കുറവായിരിക്കും, അതായത് ലെസ് ദാൻ ആയിരിക്കും. MC will be less than AC. MC ACയേക്കാൾ കുറവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാം. അതായത് ACയും MCയും ആദ്യം കുറയുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ താഴേന്ന്, അതായത് ഈ X ആക്സിസിൽ നിന്ന് AC MCയും കൂട്ടിമുട്ടുന്നതിലേക്ക് ഒരു രേഖ കുത്തി വരച്ചിട്ടുണ്ട്. ആ രേഖ വരെയുള്ള ഭാഗം നോക്കുക. ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ, അപ്പോൾ AC താഴേക്ക് കുറയുമ്പോൾ അതിനനുസരിച്ച് തന്നെ MCയും കുറയുന്നുണ്ട്. പക്ഷേ MC കർവ് എവിടെയാണ്? MC കർവ് ACയുടെ പിറകിലായിട്ടാണ് വരിക. 2 കർവ് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ACയുടെ പിറകിൽ, അതായത് താഴെയായിട്ടാണ് MC വരുന്നത്. ക്ലിയർ അല്ലേ?
ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് എന്താണ്? AC increases. When AC increases, MC will be more than AC. ഓക്കെ, AC increases. ഇനി ഈ ഒരു രേഖയ്ക്ക്, അതായത് കുത്തനെ വെച്ച രേഖയ്ക്ക് വലതുഭാഗത്തോട്ട് നോക്കിയാൽ അവിടെ എന്ത് കാണാൻ സാധിക്കും? AC ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും, AC ഉയരുന്നത് കാണാൻ സാധിക്കും. അപ്പൊ AC അവിടെ ഉയരുമ്പോൾ അവിടെ MC കർവ് എങ്ങനെയാണ് നിൽക്കുന്നത്? MC കർവ് AC കർവിന്റെ എവിടെയാണ്? മുൻഭാഗത്താണ്, അതായത് മോർ ദാൻ AC ആണ്, അതായത് AC-യുടെ മുന്നിലാണ് MC നിൽക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നത് AC കൂടുതലാണ് എന്നാണ്. ഓക്കെ, MC കൂടുമ്പോൾ AC MC യേക്കാൾ കൂടുതലായിരിക്കും. എങ്ങനെയാണ്? when AC increases, AC ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? MC will be more than AC. MC വക്രം AC യേക്കാൾ കൂടുതലായിട്ടാണ് വർദ്ധിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരുന്നത്? when AC decreases, AC കുറയുമ്പോൾ, when AC decreases, AC കുറയുമ്പോൾ MC will be less than AC. MC AC യേക്കാൾ കുറവാണ്. AC കുറയുമ്പോൾ MC AC യേക്കാൾ കുറവാണ്. അതുപോലെ AC ഉയരുമ്പോൾ MC AC യേക്കാൾ കൂടുതലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ നാലാമത്തെ പോയിന്റാ പറയുന്നത് when AC is minimum. അതായത് AC ഇങ്ങനെ കുറഞ്ഞ് മിനിമത്തിൽ എത്തുമ്പോൾ, മിനിമം എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ നിന്ന് ആ നമ്മുടെ AC വക്രവും MC വക്രവും കൂട്ടിമുട്ടിയ ഭാഗത്തേക്ക് ഒരു രേഖ വരച്ചിട്ടുണ്ടല്ലോ, that point is minimum point. Okay, when AC is minimum, MC and AC will be equal. ശരിയല്ലേ? അതായത് AC ഇങ്ങനെ കുറഞ്ഞ് മിനിമത്തിൽ എത്തി നിൽക്കുമ്പോൾ, അതായത് മിനിമത്തിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പിന്നെ AC ഉയരുകയാണ്. അപ്പോൾ AC-യും MC-യും അങ്ങനെ കുറഞ്ഞു വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ AC-യുടെ മിനിമത്തിൽ വെച്ചിട്ടാണ് AC MC-യുമായിട്ട് എന്താവുന്നത്? കൂട്ടിമുട്ടുന്നത്, ഈക്വൽ ആകുന്നത്. ഓക്കെ, when AC is minimum, AC മിനിമം ആകുമ്പോൾ, when AC is minimum, AC മിനിമം ആകുമ്പോൾ MC and AC will be equal. MC-യും AC-യും എന്താണ്? ഈക്വൽ ആകുന്നു. ഓക്കെ, when AC is minimum, അതായത് AC മിനിമം ആകുമ്പോൾ MC-യും AC-യും എന്താണ്? ഈക്വൽ ആകുന്നു. ഓക്കെ, in the diagram when output is Q1, when output is Q1, AC equal to MC. അതായത് ഔട്ട്പുട്ട് Q1 എന്ന് പറയുന്നത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ AC-യും MC-യും കൂട്ടിമുട്ടുന്നതിലേക്ക് നമ്മൾ ഒരു രേഖ വരച്ചിട്ടില്ലേ, അത് Q1 ഔട്ട്പുട്ട് ആണ്. ആ Q1 ഔട്ട്പുട്ടില് AC-യും MC-യും എന്താകുന്നു? ഈക്വൽ ആകുന്നു. മാത്രമല്ല MC cuts the minimum point of AC from below. MC കട്ട് ചെയ്യുന്നു, അതായത് ഇങ്ങനെ MC താഴേക്കൂടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? AC-യെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് ഉയർന്നു പോകുന്നുണ്ട്. അതും കൂടെ അവിടെ പറയേണ്ടതുണ്ട്. MC കട്ട് ദ മിനിമം പോയിന്റ് ഓഫ് AC ഫ്രം ബിലോ. അതായത് AC-യെ MC കർവ് താഴെ നിന്ന് കട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിലുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓൾറെഡി പറഞ്ഞു 3 മാർക്ക് 4 മാർക്ക് വരെ ചോദ്യങ്ങൾ വരാവുന്നതാണ്. ഒന്നുകൂടെ നമുക്ക് ആ റിലേഷൻഷിപ്പ് നോക്കാം. ഒന്നാമത്തെ എന്താണ്? AC-യും MC-യും കുറയുന്നു. when AC and MC initially decreases and later increases. AC-യും MC-യും ആദ്യം കുറയുകയും പിന്നീട് ഉയരുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് when AC decreases, MC will be less than AC. AC കുറയുമ്പോൾ MC AC-യേക്കാൾ കുറവായിരിക്കും. മൂന്നാമത്തെ പോയിന്റ് when AC increases, AC ഉയരുമ്പോൾ MC will be more than AC. AC ഉയരുമ്പോൾ MC AC-യേക്കാൾ കൂടുതലായിരിക്കും. നാലാമത്തെ പോയിന്റ് when AC is minimum, AC കുറഞ്ഞ് മിനിമം ആകുമ്പോൾ AC-യും MC-യും തുല്യമാകുന്നു. Q1 എന്ന് പറയുന്ന ഔട്ട്പുട്ടിൽ വെച്ച് AC ഈക്വൽ ടു MC ആകുന്നു. മാത്രമല്ല MC കട്ട് ദ മിനിമം പോയിന്റ് ഓഫ് AC ഫ്രം ബിലോ.
മുകളിലോ, അതായത് MC വക്രം ACയെ അതിന്റെ മിനിമം പോയിന്റിൽ വെച്ച് കട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർന്നു പോകുന്നു. ഓക്കെ, അപ്പൊ അവിടെ ACയും MCയും എന്തായിരിക്കും? തുല്യമാകുന്നിടത്ത് വെച്ചിട്ടാണ് MC കർവ് AC കർവിനെ കട്ട് ചെയ്ത് മുകളിലേക്ക് ഉയർന്നു പോകുന്നത്. ഓക്കെ, അപ്പോ സംഭവം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AC ആൻഡ് MC എന്നാണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SMC ആൻഡ് SAC എന്നാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, കൃത്യമായിട്ട് പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ഒരു കർവ് തന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുക. അപ്പൊ അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം. അവിടെ SMC കർവ് ഏതാണ്, SAC കർവ് ഏതാണെന്നൊക്കെ കൃത്യമായിട്ട് ഇത് വരച്ച് പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.